ലോകത്തിലെ എല്ലാ ആയോധന കലകളുടെയും മാതാവായാണ് കളരിപ്പയറ്റിനെ കണക്കാക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം കളരിപ്പയറ്റിൻ്റെ ഉദ്ഭവം ധനുർവേദത്തിൽ നിന്നാണെന്നതാണ്. ആയുധ പ്രയോഗങ്ങളുടെയും യുദ്ധതന്ത്രങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വേദമാണ് ധനുർവേദം. 6-ാം നൂറ്റാണ്ടിൽ ഈ വിദ്യകൾ ബോധിധർമ്മൻ എന്ന ബുദ്ധ സന്യാസി ചൈനയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അത് അഭ്യസിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ന് കാണുന്ന കുംഫു, തൈക്കാണ്ടോ, കരാട്ടെ തുടങ്ങിയ ആയോധന കലകളെ സ്വാധീനിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ ആയോധന കലകളുടെ മാതാവായി നമുക്ക് കളരിപ്പയറ്റിനെ കണക്കാക്കാവുന്നതാണ്. കളരിപ്പയറ്റിൻ്റെ ഉദ്ഭവം ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുന്നേ ആണെന്ന് പറയുന്നു. ശരീരപരിപാലന ശാസ്ത്രം വേദിക് പീരീഡ് തൊട്ട് അഭ്യസിച്ചു വരുന്നു. കളരിപ്പയറ്റ് പ്രാധാന്യം കൊടുക്കുന്ന വേഗത, ബലം, ഫ്ലെക്സിബിലിറ്റി, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സംയോജനം എന്നിങ്ങനെയുള്ള പ്രത്യേകതകൾക്കാണ്. എന്നാൽ കളരിപ്പയറ്റ് എന്ന ആയോധന കല ലോകത്തിലെ എല്ലാ മാർഷൽ ആർട്ടിൻ്റെയും മാതാവാണ് എന്നതിന് കൃത്യമായ തെളിവുകളില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം എന്ന് പറയുന്നത് പോലെ ഒന്ന് മാത്രമാണിത്. കാരണം കളരിപ്പയറ്റ് എന്ന കലയുടെ ഉദ്ഭവം തന്നെ ഒരു പുരാണ കഥ മാത്രമാണ്. ശിവനിൽ നിന്നും പരശുരാമനിലേക്കും അവിടെ നിന്ന് കേരളത്തിലേക്കും പകർന്നു എന്ന് കരുതപ്പെടുന്ന ഈ വിദ്യയുടെ ചരിത്രപരമായ രേഖകൾ കുറവാണ്. പ്രാകൃതമായ ഉദ്ഭവമാണ് സത്യത്തിൽ അർത്ഥവത്തായ ഒന്ന്. പക്ഷേ കളരിപ്പയറ്റിൻ്റെ ഘടനയും ശൈലിയും അതിൻ്റെ ഫിലോസഫിയും ഒരുപക്ഷെ ലോകത്തിലെ ഏതൊരു ആയോധന കലയോടും കിടപിടിക്കാവുന്ന, ഒരുപക്ഷെ അതിലും മുകളിൽ നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആയോധന കലകളുടെ മാതാവ് എന്ന വിശേഷണം അന്വർത്ഥമാണ് എന്ന് മനസ്സിലാക്കാം. ഈ വിഷയത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കളരിപ്പയറ്റ് ആയോധന കലകളുടെ മാതാവാണെന്ന്?